ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ വ്ളോഗാണ്. ഞാനപ്പോൾ രാവിലെ ഒരു 10-11 മണിയായപ്പോൾ എഴുന്നേറ്റു. എന്നിട്ട് നമ്മളിന്ന് രാവിലെ എണീക്കാൻ കാരണം ആൻറ്റിയുടെ വീട്ടിൽ പോകണം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റോടെ തുടങ്ങാം. 2 ദോശ മീൻകറി വെച്ച് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് അത്യാവശ്യം മേക്കപ്പ് ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. മേക്കപ്പ് മീൻസ് കുറച്ച് വൃത്തിക്കാണ് പോകുന്നത്, കാരണം 2-3 റീൽസ് എടുക്കാനുണ്ട്. അതൊക്കെ എടുത്ത് ഞാനിങ്ങനെ ലാവിഷായി പോവാണ്. അപ്പോൾ ഒരു ഫ്രെയിംസ് മാറ്റുന്നതാണ് ഇവിടെ നമ്മൾ പറയാം. അപ്പോൾ അതും കഴിച്ച് ഞാനിങ്ങനെ പോണ വഴി പൈനാപ്പിളും നോക്കി വെള്ളമാക്കി പോയിരുന്നു. അങ്ങനെ അച്ഛനോട് സംസാരിച്ച് ഞങ്ങളിങ്ങനെ പതുക്കെ വണ്ടി വിട്ടു. ഇവിടെ എത്തിയപ്പോൾ തന്നെ ആൻറ്റി എനിക്കൊരു ബോൾ നിറയെ മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു തിന്നാനായിട്ട്. പിന്നെ അത് ജ്യൂസ് അടിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങളൊന്ന് കുറച്ച് നേരം കഴിച്ചു. ഞാൻ മാത്രമാണ് കഴിച്ചു, അച്ഛൻ കഴിച്ചില്ല. അപ്പോൾ ഞങ്ങൾ അതിരുന്ന് കഴിച്ചു. പിന്നെ ആൻറ്റി പറഞ്ഞു ഭക്ഷണം കഴിക്കാമെന്ന്. അപ്പോൾ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പായി. ഇതാണ് എൻ്റെ ആൻറ്റി. എനിക്ക് വേണ്ടിയിട്ട് കുറേ കറി ഉണ്ടായിരുന്നു. അവിടെ ഉള്ളതൊക്കെ എനിക്ക് തോന്നുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ചിക്കൻ കറി, പരിപ്പ് കറി, ചീരയും ചക്കക്കുരു കറി, ഉപ്പേരി, പിന്നെ മോര്, നല്ല മോര്, പിന്നെ നല്ല അച്ചാറുണ്ടായിരുന്നു. അച്ചാർ ഞാൻ കഴിക്കാൻ പറഞ്ഞു. അതിങ്ങനെ ഉരുട്ടി ഞാൻ കഴിച്ചു, നല്ല വയറ് നിറച്ച്. ചോറുണ്ട് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്ലാസ് മോര് കുടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഒരു 5-10 മിനിറ്റ് ഞാൻ ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാൻ മാംഗോ ജ്യൂസ് കുടിക്കുന്നത്. ഇപ്പോൾ മാങ്ങ സീസണും ചക്ക സീസണൊക്കെ ആയതുകൊണ്ട് അതൊക്കെയാണ് എല്ലാ വീട്ടിലും. എൻ്റെ വീട്ടിലും നിറയെ മാങ്ങ തന്നെയാണ്. ഇവിടെ മാങ്ങ ജ്യൂസ് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നേരം ദുബായ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞപ്പോഴാണ് ഇവൾ വിളിക്കുന്നത്, എൻ്റെ ഉറ്റ സുഹൃത്ത്. അപ്പോൾ അവളെ കുറച്ച് ചാമ്പയ്ക്ക് കഴിക്കുന്നത് കുതിപ്പിച്ചിട്ട് അവളെ കുറച്ച് നേരം വിളിച്ചിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങുന്നത് ഒരു ഈവനിങ് ഒരു 5 മണിക്ക് ആയി കാണും. അപ്പോൾ നമ്മൾ അവിടെ നേരെ പോയത് കല്ലൂരിൻ്റെ ഫേമസ് ബജിക്കടയൊക്കെയാണ്. അവിടുത്തെ ചമ്മന്തി കുട്ടി കഴിച്ചിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ നേരെ അവിടെ പോയി മാപ്പിട്ടെങ്കിലും പിന്നെ അവിടത്തെ വഴിക്കച്ഛൻ മനസ്സിലായി നേരെ പാഴ്സൽ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചു.